ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഇന്ന് മോന്റെ പല്ലട വെക്കലിന്റെ ദിവസമാണ് കേട്ടോ. അപ്പൊ അതിന്റെ റെസിപ്പിയും അതേപോലെ പല്ലടന്റെ ഫംഗ്ഷനാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കുറച്ച് ചെറുപയർപ്പരിപ്പ് വെള്ളത്തിലിട്ട് ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം അതാ ഒരു ചട്ടിയിൽ കുറച്ച് ഓയിൽ വെച്ചെടുത്ത് അണ്ടിയും മുന്തിരിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അണ്ടിയും മുന്തിരിയും ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഒരു 1.5 കപ്പ് തേങ്ങ ഇട്ട് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കരിഞ്ഞു പോവാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഏലക്കായ ചതച്ചതുണ്ടല്ലോ, അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞാനിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാണ് കേട്ടോ. അപ്പൊ ഇതൊന്ന് ഡ്രൈ ആയി, കൂടുതൽ ഡ്രൈ ആവേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ചെറുവാരിപ്പരിപ്പ് അവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ഇത് നന്നായിട്ട് ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു തേങ്ങ നമുക്ക് എന്ത് ചെയ്യാ, കരിഞ്ഞു പോവാതെ നല്ലോണം ഒന്ന് ഒരു കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ ദാ ഇവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലായാൽ മതി കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ വേവിച്ച് വെച്ച ചെറുവാരിപ്പരിപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ മുഴുവനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാ, ഇത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ ചേർത്ത ആ ചെറുവാരിപ്പരിപ്പും തേങ്ങയും അണ്ടും കിസ്മിസും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ അധിക സമയം നമ്മൾ അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല. ചെറുവാരിപ്പരിപ്പൊക്കെ നമ്മൾ വേവിച്ചാണല്ലോ ഇട്ടത്. അപ്പൊ ഞാനിത് ഒരു പാത്രത്തിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ചൂടണിയാൻ വേണ്ടിയിട്ട്. അട ഉണ്ടാക്കാനുള്ള മാവ് ഞാനിവിടെ മൈദ ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ ഫില്ലിങ് ഇത് അവിടെ ചൂടണിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ചൂട് നന്നായിട്ട് ആറിയതിനു ശേഷം ഞാൻ ഇതിലേക്ക് എന്ത് ചെയ്യാണ്, പഞ്ചസാര ചേർത്ത് കൊടുക്കാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഇതിലേക്ക് മധുരം ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ. നേരത്തെ മധുരം ഇട്ടാല് അലിഞ്ഞ് ആകെ നാശാവല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ചൂടാറിയതിനു ശേഷം ഇതിലേക്ക് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടി ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫില്ലിങ് വെക്കാനുള്ള പത്തിരി ഞാനിവിടെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് പിന്നെ പൂരിനെക്കാട്ടിലും കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ പരത്തുന്നത്. ഞാനിങ്ങനെ പരത്തുന്ന കണ്ടപ്പോ ഹസ്ബൻഡ് വിചാരിച്ചത് സുഖമായിട്ട് എളുപ്പമുള്ള പരിപാടിയാണെന്ന് കേട്ടോ. അപ്പൊ മൂപ്പര് പറഞ്ഞ് ഈ കുറച്ച് സ്പീഡ് കുറവാ, ഞാൻ പരത്തി തരാന്നും പറഞ്ഞ് മൂപ്പര് പരത്താനിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് പരത്തല് തുടങ്ങിയപ്പോഴാണ് മൂപ്പർക്ക് മനസ്സിലായത് ഇത് എളുപ്പമുള്ള പണിയല്ലാന്ന് കേട്ടോ. നമുക്കറിയാം ഇത് മൈദാണ്, എളുപ്പം പരത്താൻ കഴിയില്ല എന്നുള്ളത്. അപ്പൊ ദാ നല്ല പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യം 3-4 ഞാൻ ഉണ്ടാക്കി, നിനക്ക് സ്പീഡ് അത്ര പോരാന്ന് പറഞ്ഞ് സംഗതി ഏറ്റെടുത്തതായിരുന്നു കേട്ടോ. അപ്പൊ കണ്ടില്ലേ, പത്തിരി മൂപ്പര് വിചാരിച്ചപ്പോൾ അങ്ങോട്ട് പരത്താനും കഴിയുന്നില്ല. 2-3 പ്രാവശ്യം പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് അങ്ങനെ എന്ത് ചെയ്യാണ്, കുറച്ച് കൂടുതൽ പൊടിയൊക്കെ വാരിയിട്ടിട്ട് അങ്ങനെ പരത്തി എടുക്കാണ് കേട്ടോ. അങ്ങനെ ഒരുവിധം എന്ത് ചെയ്ത് ഇപ്പൊ ഒരു പരത്തിയെടുത്ത് 3-4 ശരിയാക്കി തന്നു കേട്ടോ ലാസ്റ്റ്. അപ്പൊ അങ്ങനെതാണ് ഞങ്ങള് ഫില്ലിംഗ് ഒക്കെ വെച്ചു കൊടുക്കുകയാണ്. ഫില്ലിംഗ് വെച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് സൈഡിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, കൈ കൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഫോർക്ക് കയ്യിലുണ്ടെങ്കിൽ അതിനെ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ആ മുഴുവൻ അടയും ഞാൻ ഇവിടെ റെഡി ആക്കി എടുത്തിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു പാത്രത്തിൽ ഞാൻ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാനിത് ഓരോന്നിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണേ. അപ്പൊ 2 ഭാഗവും തിരിച്ചും മറിച്ചു വിട്ട് നമുക്കൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയ അട അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പല്ലട വെക്കാണ്. അപ്പൊ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ മോനെ ഇവിടെ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അവൻ എന്താ എടുക്കാന്ന് നോക്കാം കേട്ടോ. അവനങ്ങനെ പെട്ടെന്ന് വന്ന് ഞങ്ങൾ വിചാരിച്ച് കത്തിന്റെ അടുത്തേക്കാണ് ആദ്യം പോകുന്നത്. അപ്പൊ കത്തിയാണോ എടുക്കാനോ അങ്ങനെ വിചാരിച്ച് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അവൻ എന്ത് ചെയ്ത് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വലിയ മോൻ ഇങ്ങോട്ട് ചാടിട്ടോ. അപ്പൊ അവന് പിന്നെ ഞങ്ങൾ അവനോട് അങ്ങോട്ട് പോവാൻ പറഞ്ഞു. അങ്ങനെ അവന് ശ്രദ്ധ മാറി ഇങ്ങോട്ടേക്ക് വന്നിട്ടോ. മുസഫമ്മ തൊട്ട് അതിന് ശേഷം അവന് താക്കോൽ എടുത്ത് കേട്ടോ. അപ്പൊ അവൻ എടുത്തത് താക്കോലാണ്. ഞങ്ങൾ പിന്നെ ഒന്നും കൂടി വെച്ചിട്ടോ. അപ്പോഴും അവൻ താക്കോൽ തന്നെയാണ് കേട്ടോ എടുത്തത്. അപ്പൊ മാഷാ അല്ലാഹ്, എന്തായാലും പിന്നെ അവന് താക്കോലാണ് എടുത്തത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.